നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചൊവ്വന്നൂരിലെ വാടക ക്വാർട്ടേഴ്സിൽ പകുതി കത്തിയ നിലയിൽ മൃതദേഹം കണ്ടെത്തി. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. മൃതദേഹം കണ്ടെത്തിയത് 2 കൊലക്കേസുകളിലെ പ്രതിയുടെ മുറിയിൽ. സംഭവവുമായി ബന്ധപ്പെട്ട് ക്വാർട്ടേഴ്സിലെ താമസക്കാരനായ പ്രതി സണ്ണിയെ പോലീസ് തൃശൂരിൽ നിന്നും പിടികൂടി. കുന്നംകുളത്ത് സ്വകാര്യ ആശുപത്രിയിലെ മലിനജലം പൊതുകാനയിലൂടെ ഒഴുക്കിവിടുന്നത് പതിവാകുന്നു. പ്രതിഷേധവുമായി നാട്ടുകാർ. പകർച്ചവ്യാധികൾ പിടിപെടുമെന്നും ആശങ്ക. അയ്യപ്പ സംഗമത്തിന് നൽകിയ തുക ദേവസ്വം ബോർഡ് തിരിച്ചു വാങ്ങണമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ. ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ നടത്തിയ ധൂർത്തിന് ദേവസ്വം ബോർഡ് 8.22 കോടി രൂപ അനുവദിച്ച നടപടി അപലപനീയമെന്നും കുമ്മനം. ഗതാഗത കുരുക്കൊഴിയാതെ പെരുമ്പിലാവ് ജംഗ്ഷൻ. 4ാം ദിനവും പെരുമ്പിലാവ് മുതൽ അക്കിക്കാവ് വരെയുള്ള 1 കിലോമീറ്റർ ചുറ്റളവിൽ ഉൾവഴികൾ ഉൾപ്പെടെ ഗതാഗത കുരുക്കിൽ വീർപ്പുമുട്ടി. ചൊവ്വന്നൂരിലെ വാടക ക്വാർട്ടേഴ്സിൽ പകുതി കത്തിയ നിലയിൽ മൃതദേഹം കണ്ടെത്തി. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. മൃതദേഹം കണ്ടെത്തിയത് 2 കൊലക്കേസുകളിലെ പ്രതിയുടെ മുറിയിൽ. സംഭവവുമായി ബന്ധപ്പെട്ട് ക്വാർട്ടേഴ്സിലെ താമസക്കാരനായ പ്രതി സണ്ണിയെ പോലീസ് തൃശൂരിൽ നിന്നും പിടികൂടി. ചൊവ്വന്നൂർ ബസ് സ്റ്റോപ്പിന് സമീപത്തുള്ള സെന്റ് മേരീസ് ക്വാർട്ടേഴ്സിലാണ് ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 5:30 പകുതി കത്തിയ നിലയിൽ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയത്. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം കത്തിച്ചതാണെന്ന് നിഗമനം. സംഭവത്തിൽ ക്വാർട്ടേഴ്സിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന സണ്ണിയെ തൃശൂരിൽ നിന്നും പോലീസ് പിടികൂടി. സണ്ണിയുടെ മുറിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മുറിയിൽ നിന്നും പുക വരുന്നത് കണ്ട് ആളുകൾ പുറത്തുനിന്നും പൂട്ടിയ മുറി തുറന്നു നോക്കിയപ്പോഴാണ് പകുതി കത്തിയ കമിഴ്ന്നു കിടക്കുന്ന നിലയിലുള്ള പുരുഷന്റെ മൃതദേഹം കണ്ടത്. ഈ മുറിയിലെ താമസക്കാരനായ ചൊവ്വന്നൂർ സ്വദേശിയായ സണ്ണി എന്നയാളെ രാവിലെ മുതൽ കാണാതായിട്ടുണ്ട്. സണ്ണി നേരത്തെ 2 കൊലപാതക കേസുകളിലെ പ്രതിയാണ്. പരിചയമില്ലാത്ത പലരും ഇയാളുടെ മുറിയിൽ വരാറുള്ളതായി പറയുന്നു. വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം കത്തിച്ചതാണെന്നാണ് പ്രാഥമിക നിഗമനം. കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ജയപ്രദീപിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഭവസ്ഥലത്തെത്തി. കൊലപാതകമാണെന്ന പ്രാഥമിക നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. ഫോറൻസിക് വിരലടയാൾ വിദഗ്ധർ, ഡോഗ് സ്ക്വാഡ് എന്നിവരുടെ പരിശോധനകൾക്ക് ശേഷം മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടത്തും. വിശദമായ വാർത്തയിലേക്ക്. കുന്നംകുളം ചൊവ്വന്നൂരിലെ വാടക ക്വാർട്ടേഴ്സിൽ കത്തിയ നിലയിൽ മൃതദേഹം കണ്ടെത്തി. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. സംഭവം കൊലപാതകമാണെന്ന് പ്രാഥമിക നിഗമനം. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ചൊവ്വന്നൂർ ബസ് സ്റ്റോപ്പിന് സമീപമുള്ള സെന്റ് മേരീസ് ക്വാർട്ടേഴ്സിലാണ് ഞായറാഴ്ച വൈകിട്ട് 5:30 പകുതി കത്തിയ നിലയിൽ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയത്. ക്വാർട്ടേഴ്സിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന സണ്ണി എന്നയാളുടെ മുറിയിലാണ് മൃതദേഹം കണ്ടത്. മുറിയിൽ നിന്നും പുക വരുന്നത് കണ്ട ആളുകൾ പുറത്തുനിന്ന് പൂട്ടിയ മുറി തുറന്നു നോക്കിയപ്പോഴാണ് പകുതി കത്തിയ കമിഴ്ന്നു കിടക്കുന്ന നിലയിലുള്ള പുരുഷ മൃതദേഹം കണ്ടത്. ഈ മുറിയിലെ താമസക്കാരനായ ചൊവ്വന്നൂർ സ്വദേശിയായ സണ്ണി എന്നയാളെ രാവിലെ മുതൽ കാണാതായിട്ടുണ്ട്. സണ്ണി നേരത്തെ 2 കൊലപാതക കേസുകളിലെ പ്രതിയാണ്. പരിചയമില്ലാത്ത പലരും ഇയാളുടെ മുറിയിൽ വരാറുള്ളതായി പറയുന്നു. കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ജയപ്രദീപിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഭവസ്ഥലത്തെത്തിയിട്ടുണ്ട്. കൊലപാതകമാണെന്ന പ്രാഥമിക നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. ഫോറൻസിക് വിരലടയാള വിദഗ്ധർ, ഡോഗ് സ്ക്വാഡ് എന്നിവയുടെ പരിശോധനകൾക്കു ശേഷം മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടത്തും. കുന്നംകുളത്ത് സ്വകാര്യ ആശുപത്രിയിലെ മലിനജലം പൊതുകാനയിലൂടെ ഒഴുക്കിവിടുന്നത് പതിവാകുന്നു. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. കുന്നംകുളം ഗുരുവായൂർ റോഡിലെ കുറുക്കൻപാറയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ആശുപത്രിയിൽ നിന്നുള്ള മലിനജലമാണ് പൊതുകാനയിലൂടെ ഒഴുക്കിവിടുന്നത്. ആശുപത്രിക്ക് മുന്നിലുള്ള പൊതുകാനയിലൂടെ ഒഴുക്കുന്ന മലിനജലം റോഡ് മറികടന്നുള്ള ഭാഗത്ത് കെട്ടിക്കിടക്കുകയാണ്. രൂക്ഷമായ ദുർഗന്ധം വമിച്ചതോടെയാണ് സമീപവാസികൾ വിവരമറിയുന്നത്. ആശുപത്രിയെ സമീപിച്ചപ്പോൾ ശുദ്ധീകരിച്ച വെള്ളമാണ് ഒഴുക്കിവിടുന്നത് എന്നായിരുന്നു ആശുപത്രിയിലെ സെക്യൂരിറ്റി ജീവനക്കാരന്റെ മറുപടി. എന്നാൽ അർദ്ധരാത്രിയും അതിരാവിലെയും ആശുപത്രി അധികൃതർ മലിനജലം ഒഴുക്കിവിടാറുണ്ടെന്നും സംഭവത്തിൽ മുൻപ് പരാതി നൽകിയിരുന്നതായും ആശുപത്രിക്ക് സമീപം പ്രവർത്തിക്കുന്ന പെട്രോൾ പമ്പ് ജീവനക്കാർ പറഞ്ഞു. നല്ല സ്മെല്ലാണ്. ഞങ്ങൾ രാവിലെ വെളുപ്പിന് വന്നിട്ട് 6 മണിക്ക് തുടങ്ങിയാണ് ഞങ്ങൾക്ക് തലക്ക് മത്ത് പിടിക്കുന്നത്. നിങ്ങളത് പരാതി പറഞ്ഞിട്ടില്ലേ? മുനിസിപ്പാലിറ്റി പരാതി പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ദിവസം ഉണ്ടായിരുന്നില്ല.
കെട്ടിക്കിടക്കുന്ന മലിനജലം സമീപത്തെ സ്വകാര്യ കോളേജിലേക്കും ഒഴുകുന്നുണ്ട്. പകർച്ചവ്യാധികൾ പിടിപെടാൻ സാധ്യതയുമുണ്ട്. ബന്ധപ്പെട്ട അധികാരികൾ ആശുപത്രിയുടെ ജനദ്രോഹ നടപടിക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. രാത്രിയും പകരുന്നുള്ള ഇതേ രീതിയിൽ കംപ്ലീറ്റ് വേസ്റ്റ് വാട്ടർ അടിച്ച് സ്മെല്ലടിച്ച് ഇവിടെ ആർക്കും ഇരിക്കാൻ പറ്റില്ല. ടോയ്ലറ്റിന്റെ വേസ്റ്റും അവിടെ കഴുകിയ വോൺസ് കഴുകിയിട്ടുള്ള വേസ്റ്റൊക്കെയാണ് ഇതിൽ അയച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ എന്തായാലും തീരുമാനം എടുക്കണം. അവിടെ പോയി പറഞ്ഞപ്പോൾ അയാൾ പറയുന്നുണ്ട് അത് ഞങ്ങൾ ക്ലീൻ ചെയ്ത വെള്ളമാണ് വരുന്നത്. നിങ്ങൾ ആ കാനയിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും കറുത്ത കളറുള്ള വെള്ളമാണ് വരുന്നത്. ഭയങ്കര സ്മെല്ലും. ഇത് തൊട്ടപ്പുറത്ത് കാണുന്ന ഒരു ഇതാണ് സ്കൂളാണ്. ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. അവിടേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പകർച്ചവ്യാധി വരുന്നൊരു സംഭവമാണ്. അത് തീർച്ചയായും പെട്ടെന്ന് തന്നെ അധികാരികൾ ശ്രദ്ധിച്ച് ഇത് തീരുമാനം എത്തിക്കേണ്ടതാണ്. അത് ഓൾറെഡി കിണറ്റിലേക്ക് ഇറങ്ങി പോകണം. അത് അവരോട് സംസാരിച്ച് അതിൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാരോട് സംസാരിച്ച് അവർ കാര്യങ്ങൾ ചെയ്യാൻ പറയും. അവർ വെറുതെ നടത്തുന്ന ഹോസ്പിറ്റലല്ല, പൈസക്ക് നടത്തുന്ന ഹോസ്പിറ്റലാണ്. അങ്ങനെ ഒരു വേസ്റ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ജനങ്ങൾ എന്തായാലും പ്രതികരിക്കും. അയ്യപ്പ സംഗമത്തിന് നൽകിയ തുക ദേവസ്വം ബോർഡ് തിരിച്ചു വാങ്ങണമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ നടത്തിയ ധൂർത്തിന് ദേവസ്വം ബോർഡ് 8.22 കോടി രൂപ അനുവദിച്ച നടപടിയെ കുമ്മനം രാജശേഖരൻ ശക്തമായി അപലപിച്ചു. അനുവദിച്ച തുകയിൽ 4.11 കോടി രൂപ ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നൽകിക്കഴിഞ്ഞു. സംഗമത്തിന് സർക്കാരിന്റെയോ ദേവസ്വത്തിന്റെയോ പണം ഉപയോഗിക്കുകയില്ലെന്ന് ബോർഡ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുള്ളതാണ്. അതിനെ മറികടന്ന് ദേവസ്വം ഫണ്ട് ചെലവിട്ടത് കോടതി അലക്ഷ്യമാണ്. മാത്രവുമല്ല, ബോർഡിന്റെ സർപ്ലസ് ഫണ്ട് ക്ഷേത്ര ആവശ്യങ്ങൾക്ക് മാത്രമേ ചെലവാക്കാൻ പാടുള്ളൂ എന്ന നിബന്ധനയുണ്ട്. ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് 4 കോടി കൊടുത്തു കഴിഞ്ഞു. ഇനി പലർക്കും കൊടുക്കാൻ പോവുകയാണ്. എന്തടിസ്ഥാനത്തിലാണ് ഇത് കൊടുക്കുന്നത്? കോടതി വളരെ വ്യക്തമായി പറഞ്ഞിട്ടില്ലേ, ഒരു കാരണവശാലും ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി സർക്കാരിൻ്റെയോ ദേവസ്വം ബോർഡിൻ്റെയോ പണം ഉപയോഗിക്കാൻ പാടില്ല. മാത്രവുമല്ല, ക്ഷേത്രത്തിൻ്റെ സർപ്ലസ് ഫണ്ട് എന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ വികസനത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് നിബന്ധനയുണ്ട്. ഭക്തജനങ്ങൾ വഴിപാടായും കാണിക്കയായും വിശ്വാസപൂർവ്വം സമർപ്പിക്കുന്ന പണം സർക്കാരിന്റെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി നടത്തുന്ന ഒരു മേളയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നത് ക്ഷേത്രനിന്ദയും ഭക്തജനദ്രോഹവുമാണ്. ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ചെലവിനത്തിൽ ദേവസ്വം ബോർഡ് ക്ഷേത്ര ഫണ്ടിൽ നിന്നും 8.11 കോടി രൂപ ചെലവഴിക്കാൻ കൈക്കൊണ്ട തീരുമാനം ക്ഷേത്രനിന്ദയാണ്. ഭക്തജനങ്ങളോട് കാട്ടുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. വിശ്വാസപൂർവ്വം അർപ്പിച്ച പണത്തിൽ നിന്നും 8.11 കോടി രൂപ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ധൂർത്ത്, ആഡംബരം തുടങ്ങിയവയ്ക്ക് വേണ്ടി ചെലവഴിച്ചത് ഒട്ടും നീതീകരിക്കാനാവില്ല. ആ പണം തിരിച്ചു വാങ്ങണം. ബോർഡ് ഉത്തരവ് പിൻവലിച്ച് പണം സൊസൈറ്റിയിൽ നിന്നും തിരിച്ചുപിടിക്കണം. ഫണ്ടിന്റെ ദൗർബല്യം മൂലം ക്ഷേത്രങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. സാമ്പത്തിക ബുദ്ധിമുട്ട് അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ CPMന്റെ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി ക്ഷേത്ര ഫണ്ടിൽ നിന്നും 8.22 കോടി രൂപ ചെലവിടുന്നത് അക്ഷന്ത്യവുമായ അപരാധമാണെന്നും കുമ്മനം രാജശേഖരൻ വ്യക്തമാക്കി. രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി CPMന്റെ രാഷ്ട്രീയ ഉദ്ദേശലക്ഷ്യങ്ങൾ സാധിക്കാൻ ക്ഷേത്രത്തിൻ്റെ ഫണ്ട് ദുർവിനിയോഗം ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല. ആ പണം തിരിച്ചു വാങ്ങിക്കണം. ദേവസ്വം ബോർഡ് കാണിക്കുന്ന ഇത്തരം രാഷ്ട്രീയ കരുനീക്കങ്ങൾ ക്ഷേത്രത്തിൻ്റെ താൽപ്പര്യത്തിന് വിരുദ്ധമാണ്. അത് ക്ഷേത്ര നിന്ദയാണ്, ഭക്തജനങ്ങളോട് കാട്ടുന്ന അവഹേളനമാണ്, ക്രൂരതയാണ്, ദ്രോഹമാണ്. പെരുമ്പിലാവ് ജംഗ്ഷനിൽ നിന്നും പട്ടാമ്പി റോഡിലേക്കായി പൈപ്പ് ലൈൻ ബന്ധിപ്പിക്കുന്നതിനായി കുഴിയെടുത്തതോടെ 4-ാം ദിനവും പെരുമ്പിലാവ് മുതൽ അക്കിക്കാവ് വരെയുള്ള 1 കിലോമീറ്റർ ചുറ്റളവിൽ ഉൾവഴികൾ ഉൾപ്പെടെ ഗതാഗത കുരുക്കിൽ വീർപ്പുമുട്ടി. അടിയന്തര ഘട്ടങ്ങളിൽ രോഗികളുമായി പോകുന്ന ആംബുലൻസുകൾ പോലും പലപ്പോഴും ഗതാഗതക്കുരുക്കിൽപ്പെട്ട് ദുരിതമനുഭവിക്കുകയാണ്. സ്പെഷ്യൽ പോലീസ് ഓഫീസർമാർ കൂടാതെ ദിനംപ്രതി നാട്ടുകാരും ഓട്ടോ തൊഴിലാളികളും ഗതാഗതം നിയന്ത്രിക്കുവാൻ 24 മണിക്കൂറുമുണ്ടെങ്കിലും ഗതാഗതം സുഗമമാക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. കഴിഞ്ഞ ദിവസം അക്കിക്കാവിൽ ഗതാഗതക്കുരുക്കിൽപ്പെട്ട സ്കൂട്ടർ യാത്രികനായ ഗൃഹനാഥൻ തലനാരിഴയ്ക്കാണ് ഗുരുതര പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. അക്കിക്കാവ് തിപ്പിലശ്ശേരി ഭാഗത്തു നിന്നും സ്കൂട്ടറുമായി അക്കിക്കാവ് ജംഗ്ഷനിലേക്ക് വരികയായിരുന്ന കോതച്ചിറ കുണ്ടുപറമ്പിൽ സുബ്രഹ്മണ്യൻ മകൻ വേണുഗോപാലാണ് എതിർദിശയിൽ നിന്നും വന്നിരുന്ന ടാങ്കർ ലോറിക്കടിയിൽപ്പെട്ടത്. ഇത് കണ്ട സമീപത്തെ ഓട്ടോ തൊഴിലാളികൾ ബഹളമുണ്ടാക്കിയതിനാൽ ലോറി ഡ്രൈവർ വാഹനം നിർത്തി സ്കൂട്ടർ യാത്രികന്റെ ദേഹത്ത് വീൽ കയറാതെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ചെറിയ പരിക്കുകളോടെ ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാൽനടയാത്രക്കാരായ വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും റോഡ് മുറിഞ്ഞുകിടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്.
ഇതിനിടെ വകുപ്പ് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ട്രാഫിക് ലൈനുകൾ തെറ്റിച്ച് മേഖലയിലൂടെ കടന്നുപോകുന്നതായും കനത്ത ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നതായും നാട്ടുകാർക്ക് പരാതിയുണ്ട്. വരവൂർ തളിയിൽ ആന ഇടഞ്ഞ് റോഡിൽ നിന്നത് പരിഭ്രാന്തി പരത്തി. പാർത്ഥസാരഥി എന്ന ആനയാണ് ഇടഞ്ഞ് റോഡിൽ നിലയുറപ്പിച്ചത്. രാവിലെ 11:15 സംഭവം. 3 മാസമായി തളിയിലെ പറമ്പിൽ ആനയെ തളച്ചിരുന്നു. കെട്ടഴിഞ്ഞ ആന തളി ശിവക്ഷേത്രത്തിന് സമീപത്തുള്ള റോഡിൽ ഇറങ്ങി നിൽക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് ഈ റോഡിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. എന്നാൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. പാപ്പാന്മാർ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ശ്രമം പാഴായി. 1 മണിക്കൂറിന് ശേഷം എലിഫന്റ് സ്ക്വാഡ് സ്ഥലത്തെത്തി ആനയെ തളച്ചു. ചാവക്കാട് നഗരത്തിലെ ട്രാഫിക് പരിഷ്കരണത്തിൽ സമഗ്രമായ മാറ്റങ്ങൾ വരുത്തണമെന്ന് ചാവക്കാട് താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യം. അപകടങ്ങൾ നിയന്ത്രിക്കുന്നതിനും സുഗമമായ യാത്രയ്ക്കുമായി ട്രാഫിക് പരിഷ്കരണത്തിൽ മാറ്റങ്ങൾ വേണമെന്ന് പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. ചാവക്കാട് ടൗണിലെ പ്രധാന ഭാഗങ്ങളിൽ മാഞ്ഞുപോയ സീബ്ര ലൈനുകൾ സ്ഥാപിക്കുക, ഫുട്പാത്തുകളിൽ കാൽനടയാത്രക്കാർക്ക് തടസ്സമായി കിടക്കുന്ന കേബിളുകളും വൈദ്യുതി കമ്പികളും മാറ്റുക, സ്പീഡ് ഗവർണറില്ലാത്ത വാഹനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക, അനധികൃതമായി മത്സ്യബന്ധനം നടത്തിയ മത്സ്യങ്ങൾ മാർക്കറ്റുകളിൽ വിൽക്കുന്നതായും ഇതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ പരിശോധിച്ച് നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങളും യോഗത്തിൽ ഉയർന്നു. മാസങ്ങൾക്ക് മുമ്പ് അറ്റകുറ്റപ്പണി നടത്തിയ ചാവക്കാട് മുതൽ പഞ്ചാരമുക്ക് വരെയുള്ള റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. അതിനാൽ കരാറുകാർക്കെതിരെ നടപടി സ്വീകരിക്കുക. ചാവക്കാട് പുന്നയിൽ കുടിവെള്ള പൈപ്പുകളിൽ നിന്നും ചുവപ്പ് കലർന്ന കലങ്ങിയ വെള്ളമാണ് വരുന്നതെന്നും വാട്ടർ അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത് അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി തഹസിൽദാർ ടി സൂരജ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ MK ഷംസുദ്ദീൻ, KH ഷാഹുൽ ഹമീദ്, TP ഷാഹു, വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കൂടുതൽ അഴിമതിക്കാർ ആരാണെന്ന് തീരുമാനിക്കാനുള്ള ഒരു മത്സരത്തിലാണ് CPM-ഉം കോൺഗ്രസുമെന്ന് കുമ്മനം രാജശേഖരൻ. BJP തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റി യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പിണറായി വിജയന്റെ CPM ഒന്നിനെയും പവിത്രമായി കാണുന്നില്ല. ക്ഷേത്രങ്ങളിൽ നടക്കുന്ന അഴിമതിയും മോഷണം പോലും അവർക്ക് പ്രശ്നമല്ലെന്നും കുമ്മനം വ്യക്തമാക്കി. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷനായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, സംസ്ഥാന സെക്രട്ടറി MB ഗോപകുമാർ, മേഖലാ പ്രസിഡന്റ് A നാഗേഷ്, മേഖലാ ജനറൽ സെക്രട്ടറി രവികുമാർ ഉപ്പത്ത്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ PK ബാബു, അഡ്വക്കേറ്റ് KR ഹരി, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ സുധീഷ് മേനോത്തിപ്പറമ്പിൽ, സൗമ്യ സലേഷ് എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സമിതി അംഗങ്ങളായ MS സമ്പൂർണ്ണ, സുരേന്ദ്രൻ ഐനിക്കുന്നത്ത്, A ഉണ്ണികൃഷ്ണൻ, ലിനി ബിജു, മേഖലാ വൈസ് പ്രസിഡന്റ് ബിജോയ് തോമസ്, ജില്ലാ ട്രഷറർ വിജയൻ മേപ്രത്ത്, മീഡിയ കൺവീനർ ദിനേഷ് കുമാർ കരിപ്പേരിൽ എന്നിവർ നേതൃത്വം നൽകി. എടക്കഴിയൂരിൽ ചരക്ക് ലോറി ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കോഴിക്കോട് നിന്നും പാലായിലേക്ക് പോകുകയായിരുന്ന ലോറി എടക്കഴിയൂർ സിദി സാഹിബ് സ്കൂളിന് സമീപത്താണ് അപകടത്തിൽപ്പെട്ടത്. ലോറിയുടെ മുന്നിലെ ടയറുകൾ ഊരിപ്പോവുകയും ഡീസൽ ടാങ്ക് പൊട്ടി ഇന്ധനം റോഡിലേക്ക് പരക്കുകയും ചെയ്തു. പാതയിൽ ഗതാഗതവും തടസ്സപ്പെട്ടു. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി റോഡിലെ ഡീസൽ വൃത്തിയാക്കി. തായങ്കാവ് ഗ്രാമീണ വായനശാലയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. ചൂണ്ടൽ പഞ്ചായത്തിലെ 16-ാം വാർഡിൽ പ്രവർത്തിക്കുന്ന വായനശാലയ്ക്കായി നിർമ്മിച്ച പുതിയ കെട്ടിടം മുരളി പെരുന്നെല്ലി MLA-യുടെ വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 15 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് യാഥാർത്ഥ്യമാക്കിയത്. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് മുരളി പെരുന്നെല്ലി MLA നാട് മുറിച്ച് വായനശാല കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ വിശിഷ്ടാതിഥികളെ സമ്മേളനവേദിയായ തായങ്കാവ് മണികണ്ഠൻ ഓഡിറ്റോറിയത്തിലേക്ക് ആനയിച്ചു. ശേഷം നടന്ന ചടങ്ങിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് അധ്യക്ഷയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ അശ്വിൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ എന്നിവർ മുഖ്യാതിഥികളായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TA മുഹമ്മദ് ഷാഫി, ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ ഹസനുൽ ബന്ന, പഞ്ചായത്ത് അംഗങ്ങളായ NS ജിഷ്ണു, നാൻസി ആന്റണി, പഞ്ചായത്ത് തല വായനശാല നേതൃസമിതി പ്രസിഡന്റ് PK രാജൻ മാസ്റ്റർ, കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വത്സൻ പാറന്നൂർ, ജില്ലാ ലൈബ്രറി കൌൺസിൽ അംഗം MB പ്രവീൺ, വായനശാല രക്ഷാധികാരി ഡോക്ടർ മനോമോഹൻ, ആസൂത്രണ സമിതി അംഗം M പീതാംബരൻ, സംഘാടക സമിതി കൺവീനർ രാമദാസ് എന്നിവർ സംസാരിച്ചു. വായനശാലയ്ക്ക് 3 സെന്റ് ഭൂമി സൗജന്യമായി വിട്ടു നൽകിയ ആലത്തിയൂർ മനയിലെ ജയകൃഷ്ണൻ നമ്പിയെ ചടങ്ങിൽ ആദരിച്ചു. എൻ്റെ ആ നോട്ട് നിങ്ങളുടെ കയ്യിലേക്ക് എത്തി, ഞാനത് നിങ്ങൾക്ക് തരണം. അപ്പോൾ ഒരു ഇടപെടൽ ആവശ്യമാണ്. ആ ഇടപെടലുകൾ അതിഭംഗിയായി നടന്ന സംസ്ഥാനമാണ് കേരളം. നവോത്ഥാന നായകർ മുതൽ അതേപോലെ സാമൂഹിക പരിഷ്കരണ നേതാക്കന്മാർ അവർ ഉറുതുമറിച്ചിട്ട് കേരളത്തിൽ ഉദയം കൊണ്ട വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ
ആ രാഷ്ട്രീയ പ്രസ്ഥാന നേതൃത്വത്തിൽ അധികാരം, ആ അധികാരത്തിലുള്ള ഗവൺമെന്റുകൾ നടപ്പാക്കിയ നിരവധി നടപടികൾ, ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ. അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതിയുടെ അഖില നാരായണീയ മഹോത്സവം വൈകുണ്ഠാമൃതത്തിന് ഗുരുവായൂരിൽ തുടക്കമായി. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഉദ്ഘാടനം നിർവഹിച്ചു. സ്വാമി നാരായണഗിരി മഹാരാജ് മുഖ്യാതിഥിയായി. നാരായണ മഹോത്സവ സമിതി ദേശീയ പ്രസിഡന്റ് മാങ്കോട് രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി. കൗൺസിലർ ശോഭ ഹരിനാരായണൻ, MP വിജയകുമാർ, ബാബുരാജ് കേച്ചേരി എന്നിവർ സംസാരിച്ചു. KG ബാബുരാജൻ, BR അജിത്ത്, P നടരാജൻ എന്നിവർക്ക് പുരസ്കാരങ്ങൾ നൽകി. വൈകുണ്ഠാമൃതത്തിന്റെ ഭാഗമായ പൂജാതി കർമ്മങ്ങൾക്ക് ശബരിമല മുൻ മേൽശാന്തി എഴീക്കോട് ശശി നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. തിങ്കളാഴ്ച നടക്കുന്ന നയനം നാരായണീയം ബംഗാൾ ഗവർണർ CV ആനന്ദ് ബോസ് ഉദ്ഘാടനം ചെയ്യും. ടൗൺ ഹാളിൽ സജ്ജമാക്കിയ മഞ്ജുളാലയത്തിൽ നടക്കുന്ന വൈകുണ്ഠാമൃതം ഒക്ടോബർ 10-നാണ് സമാപിക്കുക. ഗുരുവായൂർ ദേവസ്വത്തിന്റെ സ്വർണം, വെള്ളി, പണനിക്ഷേപം ഉൾപ്പെടെയുള്ള മുഴുവൻ സ്വത്തുവകകളെക്കുറിച്ചും കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് BJP തൃശൂർ നോർത്ത് ജില്ലാ സമ്പൂർണ്ണ സമിതി യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. BJP ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ യോഗം ഉദ്ഘാടനം ചെയ്തു. വരുന്ന തെരഞ്ഞെടുപ്പിൽ LDF-നും UDF-നും വോട്ട് ചോദിക്കാൻ യോഗ്യതയില്ലെന്നും പ്രധാനമന്ത്രി കേരളത്തിൽ നടപ്പിലാക്കുന്ന കേന്ദ്ര പദ്ധതികൾ ഏറ്റുപിടിക്കുകയാണ് പിണറായി വിജയനെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി പാസാക്കിയ പ്രമേയം ജില്ലാ ജനറൽ സെക്രട്ടറി KR അനീഷ് മാസ്റ്ററും ജില്ലാ കമ്മിറ്റി പാസാക്കിയ പ്രമേയം ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ കൂടിയേടത്തും അവതരിപ്പിച്ചു. ചടങ്ങിൽ കർഷക മോർച്ച ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജയസൂര്യൻ, സംസ്ഥാന സമിതി അംഗങ്ങളായ ദയാനന്ദൻ മാമ്പുള്ളി, IN രാജേഷ്, അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, മേഖലാ വൈസ് പ്രസിഡന്റ് അനീഷ് അയ്യാൽ തുടങ്ങിയവർ സംസാരിച്ചു. 87 കോടി ജനങ്ങൾക്ക് ഇപ്പോൾ സൗജന്യമായി 5 കിലോ അരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പട്ടിണി മരണം ഭാരതത്തിലില്ല. കൊറോണയുടെ സമയത്ത് പോലും പട്ടിണി മരണം ഉണ്ടായിട്ടില്ല. ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നു കേരളത്തിൽ അതിദാരിദ്ര്യം ഇല്ലാതാകും. എന്താ ഇനി പറയാൻ കാരണം എന്നറിയാം? അദ്ദേഹത്തിന് ഉറപ്പാണ് 5 കിലോ അരി മൂടി കൊടുക്കുന്നുണ്ടല്ലോ. 5 കിലോ അരി സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് പാവങ്ങൾ അത് കിട്ടുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് നല്ല ഉറപ്പാണ്. അതുകൊണ്ടാണ് അതിന്റെ ബലത്തിലാണ് പറയുന്നത് കേരളത്തിൽ ഇനി അതിദാരിദ്ര്യരുണ്ടാവില്ല, ദരിദ്രരുണ്ടാവില്ല. പുന്നീർകുളം നാലപ്പാടൻ സ്മാരക സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ നാലപ്പാട്ട് നാരായണമേനോൻ ജന്മദിനാഘോഷവും പുരസ്കാര സമർപ്പണവും ചൊവ്വാഴ്ച നടത്തും. ഉച്ചതിരിഞ്ഞ് 3-ന് കുന്നത്തൂർ മനഹാളിൽ നടക്കുന്ന ചടങ്ങിൽ സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള നാലപ്പാടൻ പുരസ്കാരം സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K സച്ചിദാനന്ദന് തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം സർവകലാശാല വൈസ് ചാൻസലർ CR പ്രസാദ് സമ്മാനിക്കും. സമിതി പ്രസിഡന്റ് TP ഉണ്ണി അധ്യക്ഷനാകും. കവി ആലങ്കോട് ലീലാകൃഷ്ണൻ പ്രഭാഷണം നടത്തും. കോമളവല്ലിയുടെ കവിതാ സമാഹാരം പ്രകാശനവും ചടങ്ങിൽ നടക്കുമെന്ന് നാലപ്പാടൻ സ്മാരക സാംസ്കാരിക സമിതി ഭാരവാഹികളായ AK സതീഷ് കുമാർ, ചോ മുഹമ്മദ് ഉണ്ണി, P രാമദാസ് എന്നിവർ അറിയിച്ചു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ചൊവ്വന്നൂർ ബ്ലോക്കിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷവും വിമുക്ത ഭട കുടുംബ സംഗമവും സംഘടിപ്പിച്ചു. കുന്നംകുളം ടൗൺ ഹാളിൽ നടന്ന ചടങ്ങ് വേൾഡ് റെക്കോർഡ് ഗിന്നസ് വിന്നേഴ്സ് സംസ്ഥാന പ്രസിഡന്റ് ഗിന്നസ് സത്താർ ആദൂർ ഉദ്ഘാടനം ചെയ്തു. സംഘടന ചൊവ്വന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് MK കുഞ്ഞവറു അധ്യക്ഷത വഹിച്ച യോഗത്തിന് വൈസ് പ്രസിഡന്റ് AC രാമു സ്വാഗതം പറഞ്ഞു. KCSL തൃശൂർ ജില്ലാ പ്രസിഡന്റ് അശോക് കുമാർ, തൃശൂർ ജില്ലാ മഹിളാ വിംഗ് പ്രസിഡന്റ് ശോഭന വിദ്യാസാഗർ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. സെക്രട്ടറി KM നന്ദകുമാർ വാർഷിക റിപ്പോർട്ടും സംഘടനാ ട്രഷറർ MO ഫിലിപ്പോസ് വാർഷിക കണക്കും അവതരിപ്പിച്ചു. കലാപരിപാടികളും സ്നേഹവിരുന്നുമുണ്ടായി. കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി. ഒരാൾ ജീവിതത്തിൽ ഒരു ഡ്യൂട്ടിയായി പട്ടാളം അല്ലെങ്കിൽ മിലിറ്ററിയിൽ ജോലി ചെയ്യുമ്പോൾ അവൻ തൻ്റെ ജീവനേക്കാളും രാജ്യത്തിൻ്റെ സുരക്ഷയാണ്, ദേശീയ ബോധമാണ്, തൻ്റെ ജീവനേക്കാളും ഞാൻ വില നൽകുന്നത് എൻ്റെ രാജ്യത്തിന് വേണ്ടിയാണ് എന്നുള്ള ഒരു പ്രതിജ്ഞ ഉള്ളത് കൊണ്ടാണ് ഒരാൾ പട്ടാളക്കാരനായി മാറുന്നത്. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ എൽദോ മോർ ബസേലിയോസ് ബാവയുടെ 340ാമത് ഓർമ്മ പെരുന്നാളും ബാവയുടെ തിരുശേഷിപ്പ് വണക്കവും ഭക്തിസാന്ദ്രമായി. ശനി ഞായർ ദിവസങ്ങളിലായിരുന്നു ഓർമ്മ പെരുന്നാൾ ആഘോഷം. ശനിയാഴ്ച സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വികാരി ഫാദർ ബിജു മുങ്ങാക്കുന്നേൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പെരുന്നാൾ സന്ദേശവും നൽകി. ആശീർവാദവും നേർച്ച വിതരണവും ഉണ്ടായി.
ഞായറാഴ്ച രാവിലെ മലബാർ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മോർ സ്തെഫാനോസ് മെത്രാപ്പൊലീത്ത വിശുദ്ധ കുർബാന അർപ്പിച്ചു. മധ്യസ്ഥ പ്രാർത്ഥനയും പെരുന്നാൾ സന്ദേശവും നൽകി. തുടർന്ന് വെള്ളിക്കുരിശുകളുടെ അകമ്പടിയോടെ അങ്ങാടി ചുറ്റിയുള്ള പെരുന്നാൾ പ്രദക്ഷിണവുമുണ്ടായി. മുത്തുക്കുടയേന്തിയും ബാവയോടുള്ള അപേക്ഷകൾ ചൊല്ലി നിരവധി വിശ്വാസികൾ പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു. ഇടവക ദിനത്തിൽ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ചവർ, ഭദ്രാസന തലത്തിൽ വിജയിച്ചവർ എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു. തുടർന്ന് വർഷത്തിലൊരിക്കൽ മാത്രം പുറത്തെടുക്കുന്ന പരിശുദ്ധ യെൽദോ മോർ ബസീലിയോസ് ബാവയുടെ തിരുശേഷിപ്പ് പ്രത്യേക പ്രാർത്ഥനകൾക്കു ശേഷം പള്ളി മണികളടിച്ച് മെത്രാപ്പൊലീത്ത പേടകത്തിൽ നിന്നും പുറത്തെടുത്തു. ധൂപപ്രാർത്ഥനയും ആശീർവാദത്തിനു ശേഷം വിശ്വാസികൾ തിരുശേഷിപ്പ് വണങ്ങി നേർച്ചസദ്യയുമുണ്ടായി. വികാരി ഫാദർ ബിജു മുങ്ങാങ്കുന്നേൽ, ട്രസ്റ്റി സിയു ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് 17-ാം വാർഡിൽ ശ്രീലക്ഷ്മി കുടുംബശ്രീയുടെ കീഴിൽ വനിതകൾ ചേർന്ന് ആരംഭിച്ച പുതിയ സംരംഭത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ നിർവഹിച്ചു. ചടങ്ങിൽ പഞ്ചായത്ത് അംഗം നാൻസി ആന്റണി അധ്യക്ഷയായി. CDS ചെയർപേഴ്സൺ ജിഷ സുനിൽകുമാർ, ADS അംഗം രാജശ്രീ കണ്ണത്തേടത്ത്, സംരംഭക സന്ധ്യ, കുടുംബശ്രീ യൂണിറ്റ് പ്രസിഡന്റ് മിനി സോമൻ എന്നിവർ സംസാരിച്ചു. മുൻ പഞ്ചായത്ത് അംഗം MK ആന്റണിക്ക് അച്ചാർ നൽകിക്കൊണ്ട് പ്രസിഡന്റ് രേഖ സുനിൽ ആദ്യ വിൽപ്പന നിർവഹിച്ചു. ചൊവ്വന്നൂർ സെന്റ് തോമസ് കത്തോലിക്ക ദേവാലയത്തിൽ അഗസ്റ്റിൻ ജോൺ ഊക്കനച്ചന്റെ 69-ാം ശ്രാദ്ധാചരണത്തിന്റെ ഭാഗമായി 21ാമത് അഖില കേരള ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. സെന്റ് തോമസ് പാരിഷ് ഹാളിൽ നടന്ന മത്സരങ്ങളുടെ ഉദ്ഘാടനം ചിത്രകലാധ്യാപകൻ ഡേവിസ് വേലുപാടം നിർവഹിച്ചു. പള്ളി വികാരി ഫാദർ തോമസ് ചുണ്ടൽ അധ്യക്ഷത വഹിച്ചു. കൺവീനർ സിസ്റ്റർ വിന്നി, ചിത്രകലാധ്യാപക ജിനിഷ ജോൺ, പോൾ മണ്ടുമ്പാൽ, MV വിൽസൺ, TI ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. LP, UP, ഹൈസ്കൂൾ വിഭാഗങ്ങൾക്കായി 9 സെന്ററുകളിലാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. വിജയികൾക്ക് ഒക്ടോബർ 13 ശ്രാദ്ധ ദിനത്തിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യും. ഭാരവാഹികളായ TO തോമസ്, MJ ജോഫി, KJ ജോൺസൺ, മേഘ ജോഷി എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം തെക്കേ അങ്ങാടി സെന്റ് മത്യാസ് പള്ളിയിലെ മത്യാസ് ശ്ലീഹായുടെ ഓർമ്മ പെരുന്നാൾ വെള്ളി ശനി ദിവസങ്ങളിലായി ആഘോഷിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 7-ന് കുന്നംകുളം ഭദ്രാസനാധിപനും ഇടവകാംഗവുമായ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് ദീപാലങ്കാരം സ്വിച്ച് ഓൺ ചെയ്തു. തുടർന്ന് സന്ധ്യാനമസ്കാരവും പ്രദക്ഷിണവും നേർച്ച വിളമ്പലും നടത്തി. ശേഷം പ്രാദേശിക ആഘോഷ കമ്മിറ്റികളുടെ വാദ്യഘോഷങ്ങൾ നടന്നു. ശനിയാഴ്ച രാവിലെ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് കാർമ്മികനായി 3 കുർബാനയും തുടർന്ന് പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണവും നേർച്ച വിളമ്പലും നടത്തി. യുവജന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇടവകയിലെ വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ തിരുമേനി ആദരിച്ചു. വൈകിട്ട് പ്രാദേശിക ആഘോഷ കമ്മിറ്റികളുടെ എഴുന്നള്ളിപ്പുകൾ നടന്നു. ഇടവക വികാരി ഫാദർ ഗീവർഗീസ് തോലത്ത്, ട്രഷറർ ലിജു സി ഇട്ടൂപ്പ്, സെക്രട്ടറി MU ബിനുരാജൻ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഇടവകയിലെ മറ്റ് ആത്മീയ സംഘടനകളും നേതൃത്വം നൽകി. അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കടങ്ങോട് മൾട്ടിപർപ്പസ് സഹകരണ സംഘ സ്ഥാപക നേതാവുമായിരുന്ന TK ശിവശങ്കരന്റെ സ്മരണാർത്ഥമായി 25-ൽ പരം കുടുംബങ്ങൾക്ക് ചികിത്സാ സഹായ വിതരണം നടത്തി. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം ചികിത്സാ സഹായം വിതരണം ചെയ്തു. രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. വെൽഫെയർ പാർട്ടി എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മങ്ങാട് തോട്ടുപാലം സെന്ററിൽ ഗസ ഐക്യദാർഢ്യ സംഗമം നടന്നു. വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം നവാസ് എടവിലങ്ങ് ഉദ്ഘാടനം ചെയ്തു. പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അഷ്റഫ് മങ്ങാട് അധ്യക്ഷത വഹിച്ചു. വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് സുലേഖ അസീസ് മുഖ്യപ്രഭാഷണം നടത്തി. അക്ഷരമുറ്റം വായനശാല പ്രസിഡന്റ് CL സോജൻ ഐക്യദാർഢ്യ പ്രഭാഷണം നടത്തി. PM അബൂബക്കർ തളി, CM അസീസ്, ഹസൻ ചിറ്റണ്ട, കാസിം മുട്ടിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ എളവള്ളി മേഖലാ കമ്മിറ്റി ആത്മാഭിമാന സദസ്സ് സംഘടിപ്പിച്ചു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈക്കൂലിയല്ല അവകാശമാണ്, ലൈഫ് ഭവന പദ്ധതി വ്യാമോഹമല്ല യാഥാർത്ഥ്യമാണ് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ആത്മാഭിമാന സദസ്സ് സംഘടിപ്പിച്ചത്. CPIM മണലൂർ ഏരിയ സെക്രട്ടറിയും കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗവുമായ PA രമേശൻ ഉദ്ഘാടനം ചെയ്തു. KSKTU മേഖലാ പ്രസിഡന്റ് സനിൽ കുന്നത്തുള്ളി അധ്യക്ഷനായി. യൂണിയൻ ഏരിയ സെക്രട്ടറി KR ബാബുരാജ്, PA ഷൈൻ, CG മോഹൻദാസ്, TD സുനിൽ, TK ചന്ദ്രൻ, KP രാജു എന്നിവർ സംസാരിച്ചു. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നൈപുണ്യ വികസന കേന്ദ്രം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു.
വിദ്യാർത്ഥികളിലെ അറിവുകളും കഴിവുകളും വളർത്തുക, പഠനത്തോടൊപ്പം തൊഴിലും പരിശീലിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് സർവശിക്ഷ കേരള നൈപുണ്യ വികസന പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ചടങ്ങിൽ PTA കമ്മിറ്റി തയ്യാറാക്കിയ സ്കൂളിന്റെ ലോഗോയുടെ പ്രകാശനവും MLA നിർവഹിച്ചു. വിദ്യാഭ്യാസത്തെയും കുട്ടികളുടെ അറിവിനെയും തൊഴിലുമായി ബന്ധപ്പെടുത്തുന്നതോടൊപ്പം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് നാടിന്റെ സമ്പദ്വ്യവസ്ഥ ഉയർത്തുക എന്ന സർക്കാർ ഉദ്ദേശമാണ് ഈ പദ്ധതിയിലൂടെ നടപ്പാക്കുന്നതെന്ന് MLA പറഞ്ഞു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ അറിവുകളുണ്ട്, നമുക്ക് സ്ഥാപനങ്ങളുണ്ട്. അതുവഴി പരിശീലിപ്പിക്കാൻ കഴിയണം. ആ പരിശീലനത്തിൻ്റെ ഭാഗമായി ധാരാളം തൊഴിലവസരങ്ങൾ നാട്ടിലുണ്ടാകും, പുറത്തുണ്ടാകും. അപ്പം അത്തരം അവസരങ്ങളെ അവർക്ക് ലഭ്യമാകണമെങ്കിൽ ഞാൻ ഡിഗ്രിയുള്ള ആളാണെന്ന് പറഞ്ഞുകൊണ്ട് ലഭ്യമാവില്ല. ഏതെങ്കിലും ഒരു തൊഴിലിനോട് അഭിരുചി ഉണ്ടായി അത് പഠിച്ച് ഏത് സ്ഥാപനത്തിലാണ് തൊഴിൽ, അവർക്ക് ആവശ്യമുള്ള സ്കിൽ എന്താണ് അത് പഠിപ്പിക്കാൻ കഴിയുക എന്നുള്ള രീതിയിലേക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും മാറ്റം വരിക. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് അധ്യക്ഷത വഹിച്ചു. കാട്ടകാമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ വിശിഷ്ടാതിഥിയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ TS മണികണ്ഠൻ, NK ഹരിദാസൻ, പഞ്ചായത്ത് മെമ്പർമാരായ KT ഷാജൻ മാസ്റ്റർ, ബിന്ദു മനോഹരൻ, പ്രധാന അധ്യാപിക മേഴ്സി മാത്യു, പ്രിൻസിപ്പൽ ജനീർലാൽ എന്നിവർ സംസാരിച്ചു. SSK തൃശൂർ DPO KB ബ്രിജി പദ്ധതി വിശദീകരണം നടത്തി. സ്കൂൾ PTA പ്രസിഡന്റ് സാബു അയ്നൂർ സ്വാഗതവും പ്രിൻസിപ്പൽ വെങ്കിട്ടമൂർത്തി നന്ദിയും പറഞ്ഞു. നിലവിൽ വിദ്യാർത്ഥികൾക്ക് സോളാർ LED ബൾബ് നിർമ്മാണം, ഗ്രാഫിക് ഡിസൈനിംഗ് എന്നിവയിൽ പദ്ധതിയിലൂടെ പരിശീലനം നൽകി വരുന്നുണ്ട്. കുന്നംകുളം പാറയിൽ സെന്റ് ജോർജ് പള്ളിയിലെ വടക്കു ഭാഗത്തുള്ള ത്രോണേഴ്സിൽ പരിശുദ്ധ യെൽദോ മാർ ബസേലോസ് പിതാവിന്റെ ഓർമ്മ പെരുന്നാൾ ആചരിച്ചു. ഞായറാഴ്ച നടന്ന പെരുന്നാളിന് പ്രഭാത നമസ്കാരവും തുടർന്ന് വിശുദ്ധ കുർബാനയും പ്രത്യേക പ്രാർത്ഥനയും ധൂപാർപ്പണവും നേർച്ചയും ഉണ്ടായിരുന്നു. ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ സജയ് ജോസ് നേതൃത്വം നൽകി. വൈദിക സെമിനാരി ദിനത്തിന് പ്രത്യേക പ്രാർത്ഥനയും നടത്തി. CPIM നേതാവും കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ മണലൂർ ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്ന VA കുഞ്ഞുമോന്റെ 2ാം ചരമവാർഷിക ദിനം ആചരിച്ചു. എളവള്ളിയിൽ വെച്ച് നടന്ന അനുസ്മരണ ദിനം CPIM മണലൂർ ഏരിയ കമ്മിറ്റി അംഗം VN സുർജിത്ത് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി PA ഷൈൻ അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ്, TK ചന്ദ്രൻ, KM പരമേശ്വരൻ, PV അശോകൻ, TD സുനിൽ, ലതീഷ് നാരായണൻ എന്നിവർ സംസാരിച്ചു. ഓൾ കൈൻഡ്സ് ഓഫ് വെൽഡേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തനം നിലച്ചുപോയ ഉപകരണങ്ങൾ ഉപയോഗയോഗ്യമാക്കുന്ന പ്രവൃത്തി സംഘടിപ്പിച്ചു. താലൂക്ക് ആശുപത്രിയിൽ നടന്ന 2ാം ഘട്ടം പരിപാടി ഡോക്ടർ വിന്നി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് അനീഷ് പുത്തൻചിറ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി രാജേഷ് തിച്ചൂർ, സംസ്ഥാന സമിതി അംഗം ജോഗി കൈമൾ എന്നിവർ സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. സുനിൽ കാരയിൽ സ്വാഗതവും ജില്ലാ ട്രഷറർ ബിജിത്ത് നന്ദിയും പറഞ്ഞു. ജില്ലാ മേഖലാ ഭാരവാഹികളും മെമ്പർമാരും പങ്കെടുത്തു. വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന അങ്കണവാടിക്ക് കെട്ടിടം പണിയാൻ 3 സെന്റ് സൗജന്യമായി നൽകിയ പോർക്കുളം കൊങ്ങണൂർ ഒരുവന്നൂർ മനക്കൽ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടിനെ ആദരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോർക്കുളം പഞ്ചായത്ത് കമ്മിറ്റി നടത്തുന്ന വികസന മുന്നേറ്റ കാൽനട ജാഥയ്ക്ക് CPIM കമ്പിപ്പാലം ബ്രാഞ്ച് കമ്മിറ്റി ഒരുവന്നൂർ മനപരിസരത്ത് നൽകിയ സ്വീകരണ യോഗത്തിലാണ് ആദരവ് നൽകിയത്. വർഷങ്ങളായി 6ാം വാർഡിലെ 70 നമ്പർ അങ്കണവാടി വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. സ്വന്തമായ സ്ഥലം ലഭിച്ചപ്പോൾ ആധുനിക രീതിയിലുള്ള ഹൈടെക് അങ്കണവാടി കെട്ടിടം നിർമ്മിക്കാനുള്ള പദ്ധതികൾ തുടങ്ങി. ബ്രാഞ്ച് സെക്രട്ടറി ജയപാലൻ തിരുമേനിയെ പൊന്നാട അണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു. ആദരവിന് സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് ജാഥ ക്യാപ്റ്റൻ CG രഘുനാഥ്, വൈസ് ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ, ജാഥ മാനേജർ KM നാരായണൻ എന്നിവരെ ഹാരാർപ്പണം നടത്തി. CG രഘുനാഥ് സ്വീകരണത്തിന് നന്ദി പറഞ്ഞു. എടക്കര ജുമാ മസ്ജിദിൽ റബിഉൽ അവൽ 1 മുതൽ ആരംഭിച്ച മൗലിദ് മജ്ലിസിന്റെ സമാപനവും ആണ്ട് റാത്തിബും പ്രാർത്ഥനാ സംഗമവും നടത്തി. ശനിയാഴ്ച മഗ്രിബിന് ശേഷം നടന്ന റാത്തിബ് മജ്ലിസിന് നിയാസ് സഖാഫി, ഹുസൈൻ ബാഖവി, ഉവൈസ് സഖാഫി എന്നിവർ നേതൃത്വം നൽകി. മഹ്ല് ഖത്തീബ് VK അബൂബക്കർ ലത്തീഫി സമാപന പ്രാർത്ഥന നടത്തി. റാത്തിബിനോടനുബന്ധിച്ച് ഭക്ഷണ വിതരണവുമുണ്ടായി. ഞായറാഴ്ച രാവിലെ 10:30 നടന്ന ഭക്ഷണ വിതരണത്തിന് അഷ്റഫ്, ബക്കർ, നൌഫൽ, അലി, കബീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജില്ലാതല തായ്ക്കൊണ്ടോ മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടി കണ്ണൂരിൽ നടക്കുന്ന തായ്ക്കൊണ്ടോ അണ്ടർ 68 സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കാൻ യോഗ്യത നേടിയ UK സജനയ്ക്ക് അഭിനന്ദനങ്ങളുമായി കോൺഗ്രസ് നീണ്ടൂർ വാർഡ് കമ്മിറ്റി. കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി TK സുബ്രഹ്മണ്യൻ ഉപഹാരം നൽകി. വാർഡ് പ്രസിഡന്റ് റസാഖ് കൊട്ലിങ്ങൽ ത്രിവർണ്ണ ഷാൾ അണിയിച്ചു.
VK മോഹനൻ, ഹാഷിം, പുഷ്പൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നീണ്ടൂർ ഊക്കയിൽ കബീറിന്റെ മകളാണ് സജന. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും CITU സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന ആനത്തലവട്ടം ആനന്ദന്റെ രണ്ടാം ചരമവാർഷിക ദിനം CITU എളവള്ളി പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. ചിറ്റാട്ടുകരയിൽ നടന്ന ദിനാചരണം CITU കേന്ദ്ര കമ്മിറ്റി അംഗം KK പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു. CITU മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് അധ്യക്ഷനായി. കർഷക സംഘം മണലൂർ ഏരിയ സെക്രട്ടറി VN സുർജിത്ത്, TD സുനിൽ, KM പരമേശ്വരൻ, KS സദാനന്ദൻ, NB ജയ, പ്രമോദ്, ബൈജു എന്നിവർ സംസാരിച്ചു. വടക്കേക്കാട് തണൽ ഡയാലിസിസ് സെന്ററും ആസ്റ്റർ മിംസും ആസ്റ്റർ വളണ്ടിയേഴ്സും ഫോർപ്പ ചാരിറ്റബിൾ ട്രസ്റ്റും ചേർന്ന സൗജന്യ കിഡ്നി കരൾ രോഗനിർണയ ക്യാമ്പ് നടത്തി. തണൽ സെന്ററിൽ നടന്ന പരിശോധനാ ക്യാമ്പ് കേരള വഖഫ് ബോർഡ് ചെയർമാൻ ഷക്കീർ ഉദ്ഘാടനം ചെയ്തു. തണൽ പ്രസിഡന്റ് മമ്മുണ്ണി അറക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഉസ്മാൻ പള്ളിക്കര ആമുഖ പ്രഭാഷണം നടത്തി. സോളാസ് ഗ്ലോബൽ ഫൗണ്ടറും ജനറൽ സെക്രട്ടറിയുമായ ഷീബ അമീർ, വടക്കേക്കാട് SHO MK രമേശ്, തണൽ മുഖ്യ രക്ഷാധികാരി അബ്ദു തടാകം, ഫോർപ്പ സംസ്ഥാന പ്രസിഡന്റ് TD ബഷീർ, ഡോക്ടർ നിയാസ് എന്നിവർ സംസാരിച്ചു. 200-ന് മുകളിൽ ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു. ചടങ്ങിൽ വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റും തണൽ ജനറൽ കൺവീനറുമായ NMK നബീൽ സ്വാഗതവും തണൽ ജനറൽ സെക്രട്ടറി ലത്തീഫ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു. മഹാത്മാഗാന്ധിയുടെ ഛായാചിത്രം 1000 കിലോഗ്രാം ഉപ്പുകൊണ്ട് നിർമ്മിച്ച് പുന്നയൂർക്കുളം അമൽ ഇംഗ്ലീഷ് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ബിഗസ്റ്റ് സാൾട്ട് പോർട്രേറ്റ് ഓഫ് മഹാത്മാഗാന്ധി ടാലന്റ് റെക്കോർഡ് ബുക്കിന്റെ വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കി ചരിത്രമെഴുതി. 12,052 ചതുരശ്രയടി വിസ്തീർണത്തിൽ തീർത്ത ഭീമാകാരമായ ചിത്രം സ്കൂളിലെ ചിത്രകലാധ്യാപകൻ പ്രജിത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും ജീവനക്കാരും ഉൾപ്പെടെ 1524 പേർ ചേർന്ന് 6 മണിക്കൂർ കൊണ്ടാണ് തയ്യാറാക്കിയത്. NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ചെയർമാൻ അലി പഷ്ണത്തയിൽ അധ്യക്ഷത വഹിച്ചു. ഓൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് ഹോൾഡേഴ്സിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഗിന്നസ് സത്താറാദൂർ ഫലപ്രഖ്യാപനം നടത്തി. റെക്കോർഡ് സർട്ടിഫിക്കറ്റ് സ്കൂൾ മാനേജ്മെന്റ് ചെയർമാൻ അലി പഷ്ണത്തയിൽ, സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൾ ഗഫൂർ എന്നിവർക്ക് കൈമാറി. ഗുരുവായൂർ അസിസ്റ്റന്റ് കമ്മീഷണർ പ്രേമാനന്ദകൃഷ്ണൻ, വടക്കേക്കാട് സർക്കിൾ ഇൻസ്പെക്ടർ രമേശൻ, പുന്നയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, ചാവക്കാട് പോലീസ് സബ് ഇൻസ്പെക്ടർ യു ശ്രീജി, വാർഡ് മെമ്പർ ദേവകി ശ്രീധരൻ, PTA പ്രസിഡന്റ് ഷഹീർ എന്നിവർ സംസാരിച്ചു. CPIM തൈക്കാട് ലോക്കൽ സെക്രട്ടറിയും ദീർഘകാലം തൈക്കാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായിരുന്ന CC വർക്കിയുടെ രണ്ടാം ചരമ വാർഷികാചരണത്തിന്റെ ഭാഗമായി അനുസ്മരണം സംഘടിപ്പിച്ചു. തൈക്കാട് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന അനുസ്മരണ ചടങ്ങ് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. തൈക്കാട് ലോക്കൽ സെക്രട്ടറി CJ ബേബി അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗവും ഗുരുവായൂർ MLAയുമായ NK അക്ബർ അനുസ്മരണ പ്രഭാഷണം നടത്തി. CPIM ഏരിയ സെക്രട്ടറി PA രമേശൻ, ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ്, CK സദാനന്ദൻ, പാലുവായ് ലോക്കൽ സെക്രട്ടറി MA ഷാജി, ചൂണ്ടൽ ലോക്കൽ സെക്രട്ടറി M പീതാംബരൻ, CC വർക്കിയുടെ മക്കളായ സെബി, സോണി, സിക്രി എന്നിവർ സംസാരിച്ചു. ചരമം ആർത്താറ്റ് ഹോളിക്രോസ് റോഡിൽ താമസിക്കുന്ന വാഴപ്പള്ളി ഫ്രാൻസിസ് ഭാര്യ ജാൻസി നിര്യാതയായി. 66 വയസ്സായിരുന്നു. ഫിൻസി, ജിഫി എന്നിവർ മക്കളാണ്. സംസ്കാരം ആർത്താറ്റ് ഹോളിക്രോസ് ദേവാലയ സെമിത്തേരിയിൽ നടത്തി. കേച്ചേരി ചിറനല്ലൂർ വീട്ടിൽ അച്ചു മകൻ ബാബു നിര്യാതനായി. ഷീജ ഭാര്യയും കൃഷ്ണ മകളുമാണ്. സംസ്കാരം നടത്തി. തയ്യൂർ പേരാമംഗലം അന്തോണി മകൻ ഷാജു നിര്യാതനായി. 53 വയസ്സായിരുന്നു. സംസ്കാരം തയ്യൂർ നിത്യസഹായ മാതാ ദേവാലയ സെമിത്തേരിയിൽ നടത്തി. സിജി ഭാര്യയും ഷിൻസി, സിസ്റ്റർ അനു എന്നിവർ മക്കളുമാണ്. മണലാങ്കുന്ന് കിണറിന് സമീപം താമസിക്കുന്ന പെരുവഴിപ്പുറത്ത് ചീരമ്മു നിര്യാതയായി. 77 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതനായ അപ്പൂട്ടിയാണ് ഭർത്താവ്. രാജു, ബിന്ദു, ശ്രീരാമൻ എന്നിവർ മക്കളാണ്. കുന്നംകുളം കാണിയാമ്പാൽ മേൽവീട്ടിൽ പരേതനായ തങ്കപ്പൻ മകൻ ഭാസി നിര്യാതനായി. 53 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 11-ന് കുന്നംകുളം ക്രിമിറ്റോറിയത്തിൽ നടക്കും. ഷിജി ഭാര്യയും അഹല്യ, അതുല്യ എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചൊവ്വന്നൂരിലെ വാടക ക്വാർട്ടേഴ്സിൽ പകുതി കത്തിയ നിലയിൽ മൃതദേഹം കണ്ടെത്തി. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. മൃതദേഹം കണ്ടെത്തിയത് 2 കൊലക്കേസുകളിലെ പ്രതിയുടെ മുറിയിൽ. സംഭവവുമായി ബന്ധപ്പെട്ട് ക്വാർട്ടേഴ്സിലെ താമസക്കാരനായ പ്രതി സണ്ണിയെ പോലീസ് തൃശൂരിൽ നിന്നും പിടികൂടി. കുന്നംകുളത്ത് സ്വകാര്യ ആശുപത്രിയിലെ മലിനജലം പൊതുകാനയിലൂടെ ഒഴുക്കിവിടുന്നത് പതിവാകുന്നു. പ്രതിഷേധവുമായി നാട്ടുകാർ. പകർച്ചവ്യാധികൾ പിടിപെടുമെന്നും ആശങ്ക.
അയ്യപ്പ സംഗമത്തിന് നൽകിയ തുക ദേവസ്വം ബോർഡ് തിരിച്ചു വാങ്ങണമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ. ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ നടത്തിയ ധൂർത്തിന് ദേവസ്വം ബോർഡ് 8.22 കോടി രൂപ അനുവദിച്ച നടപടി അപലപനീയമെന്നും കുമ്മനം. ഗതാഗത കുരുക്കൊഴിയാതെ പെരുമ്പിലാവ് ജംഗ്ഷൻ 4ാം ദിനവും പെരുമ്പിലാവ് മുതൽ അക്കിക്കാവ് വരെയുള്ള 1 കിലോമീറ്റർ ചുറ്റളവിൽ ഉൾവഴികൾ ഉൾപ്പെടെ ഗതാഗത കുരുക്കിൽ വീർപ്പുമുട്ടി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.